ഡ്രാമയാണ്, ഇമോഷണൽ ഡ്രാമയാണ്, പ്രതീക്ഷയോടെ ഭയങ്കര ഗംഭീര സിനിമ, അടിപൊളി സിനിമ. ടൊവിനോ അതിഗംഭീരമായിട്ടുണ്ട്. ഇതിന്റെ ഗംഭീര തുടക്കം. മലയാളത്തിലെ ഒരു പാൻ ഇന്ത്യൻ സിനിമയാണോ? ഭയങ്കര മിനിമം തൊഴിൽ കാണാത്തവർക്ക് അച്ഛൻ്റെ എമോഷൻ കണ്ട് തിയേറ്ററിൽ സന്തോഷത്തോടെ പോവാം. ഒരുപാട് വർഷത്തെ പ്രയത്നം ഉറപ്പായിട്ടും ടൊവിനോടെയും ജിതിന്റെയും ഫുൾ ടീം മെമ്പേഴ്സിന്റെ പ്രയത്നത്തിന് ഭയങ്കര ഗംഭീര റിസൾട്ട് ഉണ്ട്. സെക്കൻഡ് ഹാഫ് അതിഗംഭീരമാണ്, ഭയങ്കര ഗംഭീരമാണ്. ടൊവിനോയുടെ ഒരു കരിയർ ബെസ്റ്റ് ആയിരിക്കോ? ഉറപ്പായിട്ടും ഗംഭീര സിനിമ. പടം എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് എന്താണ് അടിപൊളിയാണ്, എല്ലാം നന്നായി ചെയ്തിട്ടുണ്ട്. എന്ത് പറയാൻ, ഒന്നും പറയില്ല. മണിയൻ അടിപൊളി അടിപൊളി പടം. എല്ലാരും തിയേറ്ററിൽ വന്നിട്ട് എന്തായാലും കാണേണ്ടി പടം. അടിപൊളി ഇഷ്ടപ്പെടും. വളരെ നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട് പെർഫോമൻസ്. രക്ഷയില്ല, 3 ഘട്ടത്തിൽ പൊളിയായിട്ടുണ്ട്. മലയാളത്തിന്റെ ഒരു അഭിമാനം അവിടെയാണ്. മലയാളത്തിലെ അഭിമാനം. ചേട്ടാ ഫിലിം എങ്ങനെയുണ്ട്? അടിപൊളി. ബ്രോ ഫിലിം എങ്ങനെയുണ്ട്? അടിപൊളിയായ മൂവിയായിരുന്നു. മ്യൂസിക്കിലാണ് നന്നായിട്ട് പിടിച്ചത്. നല്ല കിടിലൻ നീറ്റായിട്ടുള്ള സ്ക്രീൻ പ്ലേ ആയിരുന്നു. ഫസ്റ്റ് ഹാഫിനെക്കാളും കുറച്ചുകൂടെ കൂടുതൽ സെക്കൻഡ് ഹാഫ് വെക്കുന്നത്. ഗുഡ് മൂവി ആക്ച്വലി. പിന്നെ 3 ക്യാരക്ടർ ഉണ്ട്. നമ്മൾ പൊതുവെ വിചാരിക്കും വെറുതെ പില്ലറൊക്കെ ആയിരിക്കും മറ്റേ, പക്ഷെ 3 നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ ഗ്രേറ്റ് മൂവി. എടുത്തു വരുന്ന VFX ആണ്. ഡയറക്ടറൊക്കെ VFX സൂപ്പർവൈസർ ആണ്. ടോവിനോയുടെ പെർഫോമൻസ് അതൊക്കെ തോന്നി അറിയാം. ഓക്കെ, ഇതെന്താണ്? ഡ്രാമയാണ്, ഇമോഷണൽ ഡ്രാമയാണ്, നീറ്റായിട്ട് ചെയ്തു. മലയാളം അത്ര ടെമ്പിയാത്ത ജോലിയാണ്. അപ്പോ നമുക്കൊരു ഇതുണ്ടായിരുന്നു. ഇപ്പോ വർക്കാവില്ല, പക്ഷെ ആരെല്ലാം നമ്മളിങ്ങനത്തെ ചെറിയ സമയം കൊറോണ 6:30 വന്നേക്കാൻ നമ്മൾ ഉറങ്ങിയിട്ടില്ല. അതാണ് പടത്തിന്റെ വിചാരം. ഓക്കെ, താങ്ക് യു.